ഹലോ ഫ്രണ്ട്സ്, GK മലയാളത്തിലേക്ക് സ്വാഗതം. 2024 ഏപ്രിൽ 21 മുതൽ 27 വരെയുള്ള കറണ്ട് അഫയേഴ്സ്. ആദ്യത്തെ ചോദ്യം, യുനെസ്കോ 2024 ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുത്ത നഗരം ഏത്? ഉത്തരം സ്രാൻസ്ബർഗ്. ഫ്രാൻസിലെ സ്രാൻസ്ബർഗാണ് യുനെസ്കോ 2024 ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുത്ത നഗരം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കമ്പനിയും ChatGPTയുടെ സ്രഷ്ടാവുമായ ഓപ്പൺ AI ഇന്ത്യയിലെ ആദ്യ ജീവനക്കാരി. ഉത്തരം പ്രഗ്യാ മിശ്ര. ലോക പുസ്തക ദിനം എന്നാണ്? ലോക പുസ്തക ദിനം ഏപ്രിൽ 23. ലോക പുസ്തക ദിനവും ലോക പുസ്തക പകർപ്പവകാശ ദിനവും ഏപ്രിൽ 23 2024 ലോക പുസ്തക ദിന പകർപ്പവകാശ ദിനത്തിൻ്റെ പ്രമേയം. ഉത്തരം നിങ്ങളുടെ വഴി വായിക്കുക. നിങ്ങളുടെ വഴി വായിക്കുക എന്നതാണ് 2024 ലോക പുസ്തക ദിന പകർപ്പവകാശ ദിനത്തിൻ്റെ പ്രമേയം. 2024 കാൻഡിഡേറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ ഇന്ത്യക്കാരൻ. ഉത്തരം D. ഗുകേഷ്. കാൻഡിഡേറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായ D. ഗുകേഷ് വിശ്വനാഥൻ ആനന്ദിനു ശേഷം ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ ഇന്ത്യക്കാരൻ കൂടിയാണ്. 2024 കാൻഡിഡേറ്റ്സ് ചെസ് ടൂർണമെന്റ് നടന്നത് കാനഡയിലെ ടൊറന്റോയിൽ വെച്ചാണ്. ഇംഗ്ലീഷ് ഭാഷാ ദിനം എന്നാണ്? ഇംഗ്ലീഷ് ഭാഷാ ദിനം ഉത്തരം ഏപ്രിൽ 23. പ്രശസ്ത എഴുത്തുകാരനായ വില്യം ഷേക്സ്പിയറുടെ ജനനമരണ തീയതിയായി കണക്കാക്കുന്ന ഏപ്രിൽ 23 ഇംഗ്ലീഷ് ഭാഷാ ദിനമായി UN ആചരിക്കുന്നു. ലോക ഭൗമദിനം എന്നാണ്? ലോക ഭൗമദിനം ഉത്തരം ഏപ്രിൽ 22. 2024 ലോക ഭൗമദിനത്തിൻ്റെ പ്രമേയം. ഉത്തരം പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്. പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക് എന്നതാണ് 2024 ലോക ഭൗമദിനത്തിൻ്റെ പ്രമേയം. ഭൂമിയെയും ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളെയും പരിസ്ഥിതി വ്യവസ്ഥകളെയും സംരക്ഷിക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കാൻ വേണ്ടിയാണ് എല്ലാ വർഷവും ഏപ്രിൽ 22 ഭൗമദിനമായി ആചരിക്കുന്നത്. 2024 ഷോപ്പൻ ആദിവാസി വിഭാഗം വോട്ട് ചെയ്ത ലോക്സഭാ മണ്ഡലം ഏത്? ഉത്തരം ആൻഡമാൻ നിക്കോബാർ. ആദ്യമായിട്ടാണ് ഷോപ്പൻ ഗോത്രവർഗക്കാർ വോട്ട് രേഖപ്പെടുത്തുന്നത്. 71 വർഷങ്ങൾക്കു ശേഷം ഭൂമിയോട് ഏറ്റവും അടുത്തുകൊണ്ടിരിക്കുന്ന വാൽനക്ഷത്രം ഏത്? 71 വർഷങ്ങൾക്കു ശേഷം ഭൂമിയോട് ഏറ്റവും അടുത്തുകൊണ്ടിരിക്കുന്ന വാൽനക്ഷത്രം. ഉത്തരം ഡെവിൾ ധൂമകേതു. അലിഗഡ് സർവകലാശാലയുടെ ആദ്യ വനിതാ വൈസ് ചാൻസലറായി നിയമിതയായത് ആര്? അലിഗഡ് സർവകലാശാലയുടെ ആദ്യത്തെ വനിതാ വൈസ് ചാൻസലറായി നിയമിതയായത്. ഉത്തരം നൈമ ഖാത്തൂൺ. അലിഗഡ് യൂണിവേഴ്സിറ്റിയുടെ 103 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് വൈസ് ചാൻസലർ പദവിയിലേക്ക് ഒരു വനിത തിരഞ്ഞെടുക്കപ്പെടുന്നത്. അങ്കണവാടി കുട്ടികൾക്കായി കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയം പുറത്തിറക്കിയ പാഠ്യപദ്ധതി. അങ്കണവാടി കുട്ടികൾക്കായി കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയം പുറത്തിറക്കിയ പാഠ്യപദ്ധതിയുടെ പേര്. ഉത്തരം ആദർശശില. അങ്കണവാടിയിലേക്ക് എത്തുന്ന കുട്ടികൾക്ക് ആദ്യത്തെ 4 ആഴ്ച കളികളും വിനോദ പരിപാടികളും മാത്രം മതിയെന്ന് ശുപാർശ ചെയ്യുന്ന പാഠ്യപദ്ധതിയാണ് ആദർശശില. കുട്ടികളിലെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുക എന്നതാണ് ഇതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത്. അടുത്തിടെ ഇന്ത്യൻ നാവികസേന ഇന്ത്യയുടെ കിഴക്കൻ തീരപ്രദേശത്ത് നടത്തിയ നാവിക അഭ്യാസത്തിൻ്റെ പേര്. ഉത്തരം പൂർവി ലഹർ. IPL 200 വിക്കറ്റ് നേടിയ ആദ്യ ബൗളർ. IPL 200 വിക്കറ്റ് നേടിയ ആദ്യ ബൗളർ ആര്? ഉത്തരം യുസ്വേന്ദ്ര ചഹൽ. 2024 ഏപ്രിലിൽ G7 വിദേശകാര്യ മന്ത്രിമാരുടെ യോഗം നടന്ന കപ്രി ഐലൻഡ് ഏതു രാജ്യത്താണ്? ഉത്തരം ഇറ്റലി. 2024 ഊർജ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച തെക്കേ അമേരിക്കൻ രാജ്യം ഏത്? 2024 ഏപ്രിൽ ഊർജ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച തെക്കേ അമേരിക്കൻ രാജ്യം. ഉത്തരം ഇക്വഡോർ.
എൽ നിനോ എന്നറിയപ്പെടുന്ന കാലാവസ്ഥാ പ്രതിഭാസം മൂലമുണ്ടായ കടുത്ത വരൾച്ച കാരണം അണക്കെട്ടുകളിൽ ജലവിതാനം കുറഞ്ഞതിനാൽ വൈദ്യുതോൽപാദനം മുടങ്ങിയതാണ് ഊർജ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുവാൻ കാരണം. ലക്ഷദ്വീപിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്ക്. ലക്ഷദ്വീപിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്ക്. ഉത്തരം HDFC ബാങ്ക്. ലക്ഷദ്വീപിലെ കവരത്തി ദ്വീപിലാണ് HDFC ബാങ്കിന്റെ പുതിയ ശാഖ ആരംഭിച്ചത്. 2024 നടക്കുന്ന ICC T20 ലോകകപ്പ് ക്രിക്കറ്റിന്റെ ബ്രാൻഡ് അംബാസിഡറായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ഉത്തരം ഉസൈൻ ബോൾട്ട്. ജമൈക്കൻ അത്ലറ്റിക്സ് ഇതിഹാസമാണ് ഉസൈൻ ബോൾട്ട്. 2024 നടക്കുന്ന ICC T20 ലോകകപ്പ് ക്രിക്കറ്റിന്റെ വേദി വെസ്റ്റ് ഇൻഡീസ്, അമേരിക്ക. കമ്പ്യൂട്ടർ ചിപ്പ് നിർമ്മാണ രംഗത്തെ ശ്രദ്ധേയരായ ഇന്റലിന്റെ ഇന്ത്യ റീജണൽ മേധാവിയായി ചുമതലയേറ്റ മലയാളി. ഉത്തരം സന്തോഷ് വിശ്വനാഥൻ. 2023 ഏപ്രിലിൽ നാവികസേന ഉപമേധാവിയായി നിയമിതനായ വ്യക്തി ആര്? ഉത്തരം കൃഷ്ണ സ്വാമിനാഥൻ. കൃഷ്ണ സ്വാമിനാഥൻ. 2024 ഏപ്രിലിൽ ഇന്ത്യൻ സഞ്ചാരികൾക്ക് വേണ്ടി വിസ ആരംഭിച്ച രാജ്യം ഏത്? ഉത്തരം ജപ്പാൻ. 2025ഓടെ ഇന്ത്യ ലോകത്തെ എത്രാമത്തെ സാമ്പത്തിക ശക്തിയാകുമെന്നാണ് IMF റിപ്പോർട്ടുകൾ പറയുന്നത്? ഉത്തരം 4ാമത്തെ സാമ്പത്തിക ശക്തി. നിലവിൽ ലോകത്തിലെ 1ാമത്തെ സാമ്പത്തിക ശക്തി അമേരിക്ക, 2ാമത് ചൈന, 3ാമത് ജർമ്മനി, 4ാമത് ജപ്പാൻ. 2025ഓടെ ജപ്പാനെ മറികടന്ന് ഇന്ത്യ ലോകത്തെ 4ാമത്തെ സാമ്പത്തിക ശക്തിയാവുമെന്നാണ് IMF റിപ്പോർട്ടുകൾ പറയുന്നത്. കൊലയാളി ഗുഹ എന്നറിയപ്പെടുന്ന കിറ്റം ഗുഹ സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏത്? കൊലയാളി ഗുഹ എന്നറിയപ്പെടുന്ന കിറ്റം ഗുഹ സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏത്? ഉത്തരം കെനിയ. കെനിയയിലെ മൗണ്ട് എൽഗോൺ പാർക്കിൽ സ്ഥിതി ചെയ്യുന്ന കിറ്റം ഗുഹ എംബോള, മാർബർഗ് തുടങ്ങിയ മാരക രോഗങ്ങൾക്ക് കാരണമാവുന്ന വൈറസുകളുടെ ഉദ്ഭവ കേന്ദ്രമായിരിക്കുമെന്ന് സയൻസ് ടൈംസിൽ വന്ന ലേഖനത്തിൽ പറയുന്നു. ലോറൻസ് സ്പോർട്സ് പുരസ്കാരം 2024 മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത്? സെർബിയൻ ടെന്നീസ് താരം നൊവാക് ദോക്യോവിച്ച്. മികച്ച വനിതാ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് സ്പാനിഷ് താരം ഐറ്റാന ബോൺമാറ്റി. സ്പോർട്സ് ഓസ്കർ എന്നാണ് ലോറൻസ് പുരസ്കാരം അറിയപ്പെടുന്നത്. 5ാം തവണയാണ് സെർബിയൻ ടെന്നീസ് താരം നൊവാക് ദോക്യോവിച്ചിന് ലോറൻസ് പുരസ്കാരം ലഭിക്കുന്നത്. അടുത്തിടെ സർവീസ് അവസാനിപ്പിച്ച എയർ ഇന്ത്യ വിമാനം ബോയിങ് 747. 2024 ഏപ്രിലിൽ അന്തരിച്ച പ്രശസ്ത മനഃശാസ്ത്ര വിദഗ്ധനും എഴുത്തുകാരനുമായ വ്യക്തി ആര്? ഉത്തരം സുധീർ കക്കർ. കടലിനു മീതെ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലം. കടലിനു മേലെ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലം ഏത്? ഉത്തരം ന്യൂ പാമ്പൻ ബ്രിഡ്ജ്. ന്യൂ പാമ്പൻ ബ്രിഡ്ജ്. ഇറാന്റെ സഹായത്തോടെ ശ്രീലങ്കയിൽ നിർമ്മിച്ച ജലവൈദ്യുത പദ്ധതി ഏത്? ഉത്തരം ഉമാ ഓയ ജലവൈദ്യുത പദ്ധതി. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗം സ്ഥിരീകരിച്ചത് ഏതു ജില്ലയിലാണ്? കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗം സ്ഥിരീകരിച്ചത് കേരളത്തിലെ ഏതു ജില്ലയിലാണ്? ഉത്തരം പാലക്കാട്. കേരളത്തിൽ ആദ്യമായിട്ടാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗം സ്ഥിരീകരിച്ചത്. പാലക്കാട് ജില്ലയിലാണ് ഉഷ്ണതരംഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. 2024 ഏപ്രിലിൽ എത്ര മാസങ്ങൾക്കു ശേഷമാണ് വോയേജർ 1 ഭൂമിയിലേക്ക് സന്ദേശങ്ങൾ അയച്ചത്? ഉത്തരം 5 മാസങ്ങൾക്കു ശേഷം. കഴിഞ്ഞ നവംബർ മുതൽ പേടകത്തിൽ നിന്നുള്ള സന്ദേശം വരുന്നത് അവസാനിച്ചിരുന്നു. പ്രപഞ്ചത്തിലെ ഏറ്റവും ദൂരെയുള്ള മനുഷ്യനിർമ്മിത വസ്തുവാണ് വോയേജർ 1. വോയേജർ 1 വിക്ഷേപിച്ചത് 1977ലാണ്. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത എന്ന റെക്കോർഡ് ആരുടെ പേരിലാണ്? ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് നടന്ന വനിത എന്ന റെക്കോർഡ് ആരുടെ പേരിലാണ്? ഉത്തരം സുനിത വില്യംസ്. 2024 മെയ് 7 ബോയിങ്ങിന്റെ സ്റ്റാർലൈൻ ബഹിരാകാശ വാഹനത്തിന്റെ പരിശീലന യാത്രയിലാണ് ഇത്തവണ സുനിത വില്യംസ് ബഹിരാകാശത്തേക്ക് വീണ്ടും പോകുന്നത്. സുനിത വില്യംസിന്റെ ആദ്യ ബഹിരാകാശ യാത്ര 2006ലും 2ാമത്തെ യാത്ര 2012ലുമായിരുന്നു.
2 തവണകളായി 50 മണിക്കൂറും 40 മിനിറ്റും അവർ ബഹിരാകാശത്തു നടന്നു. നിലവിൽ ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത എന്ന റെക്കോർഡ് സുനിത വില്യംസിന്റെ പേരിലാണ്. വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷന്റെ പുതിയ റിപ്പോർട്ട് അനുസരിച്ച് 2023 ഏറ്റവും കൂടുതൽ പ്രകൃതി ദുരന്തം ബാധിച്ച മേഖല ഏത്? ഉത്തരം ഏഷ്യ. സഞ്ചാരികൾക്ക് എൻട്രി ഫീസ് ഏർപ്പെടുത്തിയ ഇറ്റലിയിലെ നഗരം ഏത്? ഉത്തരം വെനീസ് നഗരം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളുടെ തിരക്ക് വെനീസിലെ ചരിത്രപ്രാധാന്യമുള്ള സ്മാരകങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാവുന്നു. അതിനാലാണ് സഞ്ചാരികൾക്ക് എൻട്രി ഫീസ് ഏർപ്പെടുത്തിയത്. ദേശീയ പഞ്ചായത്തി രാജ് ദിനം എന്നാണ്? ദേശീയ പഞ്ചായത്തി രാജ് ദിനം. ഉത്തരം ഏപ്രിൽ 24.